എത്ര വലിയ ഇടതുവിരുദ്ധ കൊടുങ്കാറ്റിലും അടിയുറച്ചു നിൽക്കുമെന്ന് കരുതിയ പാർട്ടി കോട്ടകളാണ് തകർന്നടിഞ്ഞത്. CPM-ന് രാജ്യത്തെ ഏറ്റവും ശക്തമായ സംഘടനാ സംവിധാനമുള്ള കണ്ണൂരിൽ പോലും നേരിട്ടത് കനത്ത തിരിച്ചടി. തളിപ്പറമ്പിലും ധർമ്മടത്തും BJP വോട്ട് ഇരട്ടിയായി. കല്യാശ്ശേരിയിലും മട്ടന്നൂരും അണികൾ പോലും CPM-നെ കൈവിട്ടു. ഒടുവിൽ ഇടത് കേന്ദ്രങ്ങളിലെ BJP വളർച്ച CPM സമ്മതിച്ചു. പാർട്ടിക്കും LDF-നും ഉണ്ടായ തിരിച്ചടിയെക്കുറിച്ച് വിശദമായിട്ടുള്ള പരിശോധന നടത്തി അതിൽ നിന്ന് തിരുത്തേണ്ടവ തിരുത്തിയും പാഠങ്ങൾ പഠിച്ചും ജനങ്ങളുടെ ഇടയിൽ പാർട്ടിയെക്കുറിച്ചോ മുന്നണിയെക്കുറിച്ചോ സർക്കാരിനെക്കുറിച്ചോ ഉണ്ടായിട്ടുള്ള ധാരണകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തേടുകയുമാണ് ഇനി ചെയ്യുക. തെരഞ്ഞെടുപ്പ് ഫലം ഇഴകീറി പരിശോധിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വ്യക്തമാക്കി. ഇടത് കേന്ദ്രങ്ങളിലേക്കുള്ള കടന്നുകയറ്റം BJP-ക്ക് നൽകുന്ന ആത്മവിശ്വാസവും ചെറുതല്ല. BJP-ക്ക് LDF-ന്റെ വലിയൊരു വിഭാഗം വോട്ട് വരുന്നുണ്ട്. ഇനി അത് അവർക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ല. പാർട്ടിയോടുള്ള വിശ്വാസ്യത അവരുടെ അണികൾക്ക് തന്നെ നഷ്ടമായിരിക്കുകയാണ്. പലരും ബൂത്തിലിരിക്കുന്നവർ പോലും BJP വോട്ട് ചെയ്തിരിക്കുന്നു. 16-ാം തീയതി മുതൽ ചേരുന്ന നേതൃയോഗങ്ങളിൽ വോട്ട് ചോർച്ചയിൽ വിശദമായ പരിശോധനയ്ക്കൊരുങ്ങുകയാണ് CPM. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ശക്തി കേന്ദ്രങ്ങൾ പോലും CPM-നോട് കടക്ക് പുറത്തു പറഞ്ഞു. ഭരണവിരുദ്ധ വികാരത്തിനപ്പുറം പാർട്ടി നയസമീപനങ്ങളും തിരിച്ചടിക്ക് കാരണമായെന്നാണ് വിലയിരുത്തൽ. കണ്ണൂരിൽ നിന്നും ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.